സ്കൂളുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം കൂടെ പറയേണ്ടത്. ഒന്ന്, അധ്യാപകർ. ഈ അധ്യാപകർക്ക് പല ആദർശങ്ങളും ഉണ്ടാവും. അത് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കുന്നത് രക്ഷിതാക്കളാവുന്ന നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വ്യാപകമായി അത് നടക്കുന്നത് ഈ അറബി അധ്യാപകരൊക്കെ ആയിട്ട് കയറി വരുന്ന മുജാഹിദ് പ്രവർത്തകരൊക്കെ. നമ്മളത് പറയാതെ വയ്യ. ഈ കഴിഞ്ഞ വർഷം എന്റെ മോനൊക്കെ പഠിക്കുന്നിടത്തേക്ക് ഞങ്ങളൊരു 10-20 മുസ്ലിം ജമാഅത്തിന്റെ ആളുകളും SYSR കൂടെ ചെന്നിട്ട് കർശനമായി നടപടിയെടുത്തൊരു കേസാണ്. അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവും. അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ അറബി പഠിച്ചോളന്ന് യാതൊരു വാശിയില്ല. സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം ആത്മാർത്ഥത കാണിക്കുന്നവരായി അധ്യാപകർ മാറണം. ഇതും വെച്ച് വൃത്തികെട്ട നജ്ദിയൻ തൗഹീദ് പഠിപ്പിക്കുന്ന ശൈലി വ്യാപകമാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നജ്ദിയൻ തൗഹീദിന്റെ ആളുകളാക്കി മാറ്റുന്നു. പൂർവികരെല്ലാവരും മുശ്രിക്കുകളാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു വന്ന അദ്ദാദ് മുതൽ മൗലിദ് വരെ ശിർക്കാണെന്ന് ഈ അധ്യാപകയന്മാർ, ഇവർ അധ്യാപകരല്ല, അധ്യാപകയരാണ്. ഞാൻ ഏതെങ്കിലും സമൂഹത്തെ കുറിച്ചല്ല പറയണത്. ഇങ്ങനത്തെ ദുരുദ്ദേശം സർക്കാരിന്റെ ശമ്പളം പറ്റി നിർവഹിക്കുന്ന ആളുകൾ തീർച്ചയായും അത്തരം ശൈലിയിൽ നിന്ന് മാറി ഭാഷ പഠിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ അത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി വേണം. അവർക്ക് നന്നാവും വലിയ പണിയായിരിക്കും. രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധ വേണം. എന്താ പഠിപ്പിച്ചതെന്ന് കുട്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഒന്ന്, സമാനമായ മറ്റൊരു ആന്തോളനമാണ് ഈ നിരീശ്വരവാദികളാവുന്ന അധ്യാപകന്മാർ കുട്ടികളെ സയൻസ് ക്ലാസ്സിലും മറ്റും വെച്ച് മതവിരുദ്ധത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ആദർശമാവാം, ആർക്കും ആരുടെ ആദർശമാവാം. പക്ഷെ അത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന ശൈലി വന്നാൽ അത് തീർത്തും എതിർക്കപ്പെടേണ്ടതാണ്. PTA കമ്മിറ്റികളിലൊക്കെ നമ്മൾ സജീവമാവണം. യോഗങ്ങളിലൊക്കെ നമ്മൾ തന്നെ പോകണം. ഇന്നിപ്പോ കുട്ടിന്റെ യോഗം ഉണ്ടല്ലോ, ഒപ്പിടാൻ വേണ്ടിയിട്ട് നീ വയ്ക്കുമെന്ന് പറഞ്ഞ് വൈഫിനെ ഏർപ്പെടുത്തരുത്. അല്ലെങ്കിൽ അയൽവാസി പോകുമ്പോൾ എന്റെ കുട്ടിന്റെയും കൂടി ഒപ്പിട്ടളട്ടോ എന്ന് പറഞ്ഞേക്കരുത്. കുട്ടിയോട് എന്തൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അന്വേഷിച്ചറിയുക തന്നെ വേണം. ഏറ്റവും പ്രാധാന്യം മതത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, ആദർശത്തിനാണെന്ന് മനസ്സിലാക്കണം. വിശ്വാസം നശിച്ചിട്ട് വഹാബിയായും യുക്തിവാദിയായും ലിബറലിസ്റ്റായും നമ്മുടെ കുട്ടി 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് വരുന്നാൽ ആ കുട്ടി സമൂഹത്തിനും കുടുംബത്തിനും നമുക്ക് വ്യക്തിപരമായി ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ച് ആലോചിച്ചു. മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവൻ എന്ത് പ്രാർത്ഥന, എന്ത് നിസ്കാരം, എന്ത് ദൈവം, എന്ത് റസൂൽ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികേടിലേക്ക് എത്തിയാൽ ഇത് മതത്തിന്റെ ഒരു തകരാറുണ്ടോ അല്ല കേട്ടോ. ലിബറലിസം വല്ലാതെ കയറുമ്പോൾ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു ചുളിവിലൂടെ നമ്മൾ നല്ല മനസ്സിലാക്കുക, മതത്തിന് യാതൊരു തകരാറുമില്ല. ദാർശനികമായി, തെളിവുപരമായി, ബുദ്ധിപരമായി, പ്രായോഗികമായി, ചരിത്രപരമായി പരിശുദ്ധ ഇസ്ലാമിന് ഒരു 0.5% തകരാറ് കാണിക്കാൻ ഒരു വിമർശകർക്കും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് മതം വേണ്ടെന്ന് ഈ സൊസൈറ്റിയിൽ പറഞ്ഞ ചില കുട്ടികൾ തന്നെ തീരുമാനിക്കുന്നത്? ലിബറലിസം എന്ന മോഹന വാഗ്ദാനം, ഏത് രീതിയിലും താന്തോന്നിത്തം കാട്ടി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ആരെയും ലൈംഗികമായ വൃത്തികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്വാതന്ത്ര്യം, തന്റെ ക്ലാസ് കുട്ടിയോടും തന്റെ സഹപാഠിയോടും ടീച്ചറോടും അധ്യാപകനോടും ഒക്കെ ലിബറലായിട്ട് ജീവിച്ച് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം, ആരെയും വഞ്ചിക്കാനുള്ള സ്വാതന്ത്ര്യം, എങ്ങനെയും സമ്പത്ത് സ്വരൂക്കൂട്ടാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ മോഹനമായി മുന്നിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ വിലങ്ങാകുന്ന, ധർമ്മനിഷ്ഠനായി ജീവിക്കണമെന്ന് കൽപ്പിക്കുന്ന, ആരെയും അതിക്രമിക്കരുതെന്ന് പറയുന്ന, സെക്സ് വളരെ മര്യാദക്ക് നടത്തേണ്ട, നിയതമായി നടത്തേണ്ട ഒരു വികാരമാണെന്ന് പഠിപ്പിക്കുന്ന മതത്തോട് അവർക്ക് താല്പര്യം കുറയുന്നു. താന്തോന്നികളായിട്ട് ജീവിക്കാൻ മതം തടസ്സം നിൽക്കുമ്പോൾ എന്നാ പിന്നെ നല്ലത് മറ്റേതാണെന്ന് തീരുമാനിക്കുന്നു. അല്ലാതെ മതത്തിന് എന്തെങ്കിലും തകരാറ്, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞല്ലോ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു തകരാറ് തെളിയിക്കാൻ ഈ ടീമിൽ ആർക്കുമേ സാധ്യമല്ല. ഇത് ചരിത്രവും വർത്തമാനവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് മക്കളെ പ്രലോഭിപ്പിച്ച് ആദർശ വ്യതിയാനം നടത്തുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും തിരുത്തേണ്ടതുണ്ട്.